ഗീതാ ഗോവിന്ദം ഒരു കിട്ടുകാച്ചി പ്രമോ തന്നെയായിരുന്നു കേട്ടോ. താൻ കുഴിച്ചുകൂടിയിൽ താൻ തന്നെ വീഴുമെന്നുള്ളൊരു ചൊല്ലില്ലേ, അത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നൊരു പ്രമോ തന്നെയായിരുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ രാധികാമ്മ നമ്മുടെ NACൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ ഗോവിന്ദിനെ വിടുന്നുണ്ട്. ഗീതുവിൻ്റെ തനിനിറം ഉള്ളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അവിടെ വിനോദിനെ കയറ്റി അവൻ കുഞ്ഞിനെ കാണിക്കാൻ പോയിരിക്കുകയാണ് അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിച്ചിട്ട് നമ്മുടെ NACയിലോട്ടപ്പോൾ നമ്മുടെ ഡോക്ടർ നമ്മുടെ ഗോവിന്ദിനെ വിളിച്ചുകൊണ്ട് പോവുകയാട്ടോ. ഗീതു യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് നോക്കുമ്പോൾ ഒരു കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് കിടത്തിയിരിക്കുന്ന ഒരു ഗീതുവിനെ ആട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇത് കങ്കാരു തെറാപ്പിയാണ്. ഈ കുഞ്ഞിൻ്റെ അമ്മ പ്രസവം കഴിഞ്ഞ ഡിപ്രഷൻ അടിച്ച ഒരു പ്രാന്തമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ ഗീതു തന്നെ മുന്നോട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ ആ ഒരു നല്ല മനസ്സിനെ ഓർത്ത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ NACൻ്റെ പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനി എനിക്ക് ഉറപ്പായി ഗീതു എല്ലാം നോക്കിക്കോളും, ഞാനിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഗീതു മതി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിനി ഒന്ന് പുറത്തേക്ക് പോകുക എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു പുറത്തേക്ക് പോകാൻ പോകുന്നൊരു ഗോവിന്ദ് പുറത്തേക്ക് പോകാൻ പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാധികാമ്മയോട് പറയുന്നുണ്ട്, ഇനി രാധികാമ്മ ഗീതുവിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഗീതുവിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ, ഗീതു എന്ത് ചെയ്യുന്നു എന്തിനും ഒപ്പം ഞാനുണ്ടാകും, ഗീതു ഇനി രാധികാമ്മ അതിലൊന്നും പറയാനും നിൽക്കണ്ടെന്ന് നമ്മുടെ ഗോവിന്ദ് രാധികാമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നുമുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് അറയ്ക്കലേക്ക് പോകുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അറയ്ക്കലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മ ഭയങ്കരമായിട്ട് ഞെട്ടുന്നുണ്ട്. കാരണം അവിടെ അനാർക്കലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കാഞ്ചനൊക്കെ പറയുന്നുണ്ട്, രാധികാമ്മയുടെ മുറിയിൽ ഒരു പ്രേതബാധ ഇരിക്കുന്നുണ്ട്, ഒരു മോഡേൺ പ്രേതബാധയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ നമ്മുടെ ഗോവിന്ദ് അനാർക്കലിയുമായിട്ട് കണ്ടുമുട്ടും എന്നുള്ളൊരു കാര്യവും കൂടി ഉറപ്പായി. കാരണം നമ്മുടെ ഗോവിന്ദ് അറയ്ക്കൽ വന്നല്ലോ. അപ്പം ഇനി എത്രയും വേഗം നമ്മുടെ സത്യങ്ങൾ അറിയുന്ന ഒരു രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി നമുക്ക് ഗീതാ ഗോവിന്ദത്തിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. രാധികാമ്മയെ നമ്മുടെ അറയ്ക്കലിൽ നിന്നും അടിച്ചിറങ്ങുന്ന ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.